നിങ്ങൾ എന്താണ് കരുതിയത് എമ്പുരാൻ എന്ന സിനിമ കളം വിട്ടു എന്നാണോ? എന്നാൽ അല്ല. ഇന്ന് വിഷുദിനത്തിൽ എമ്പുരാൻ എന്ന സിനിമ ബോക്സ് ഓഫീസിൽ തരംഗമാകുന്നത് നിങ്ങൾക്ക് ആ തിയേറ്ററുകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മനസ്സിലാകും. കേരളത്തിലെ പ്രസ്റ്റീജിയസ് തിയേറ്ററുകളിൽ എമ്പുരാൻ എന്ന സിനിമയുടെ ഫാസ്റ്റ് ഫില്ലിംഗ് റിപ്പോർട്ടുകൾ പ്രേക്ഷകരെ തന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. വിഷുദിനത്തിൽ തൃശൂർ പ്രസ്റ്റീജിയസ് രാഗം തന്നെ എടുക്കാം. രാഗമാണല്ലോ കോട്ട. അവിടെ നോക്കുമ്പോൾ ടിക്കറ്റുകൾ വിറ്റ് തീർന്നിരിക്കുന്നു. ഓരോ ബുക്കിംഗ് ആപ്പുകൾ എടുത്താലും മനസ്സിലാകും എമ്പുരാൻ എന്ന സിനിമയ്ക്ക് വിഷുദിനത്തിൽ ഇറങ്ങിയ സിനിമയെക്കാളിലും ബുക്കിംഗ് നടക്കുന്നു എന്നത്. തിയേറ്ററുകൾ കുറവാണ്, എന്നിരുന്നാലും ഗംഭീരമായ ബുക്കിംഗ് ഈ വിഷുദിനത്തിലും എമ്പുരാൻ തകർത്തു വാരുകയാണ്. അതുപോലെ തന്നെ ഓരോ പ്രധാനപ്പെട്ട സ്ഥലങ്ങളുടെയും തിയേറ്ററുകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. വേണമെങ്കിൽ തെളിവ് സഹിതം കാണിക്കാം, അത് ഇതൊക്കെ തന്നെയാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നോക്കാമല്ലോ. ബുക്ക് മൈ ഷോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കത് വ്യക്തമായി മനസ്സിലാകും. എമ്പുരാൻ എന്ന സിനിമ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഓളം, അത് വിഷുദിനത്തിൽ ഇറങ്ങിയ സിനിമകൾ ഗംഭീര സ്വീകരണം ലഭിച്ചിട്ട് പോലും എമ്പുരാന് ഒട്ടും കുറവില്ല എന്നത് കാണാൻ സാധിക്കും. എമ്പുരാന്റെ ഏറ്റവും വലിയ കളക്ഷനൊക്കെ അതിന് ഉദാഹരണമാണ്. ഓൾ ടൈം ബ്ലോക്ക് ബാസ്റ്ററായി മാറിക്കഴിഞ്ഞു. ഇനി എമ്പുരാൻ അപ്പുറം നിൽക്കുന്ന ഒരു സിനിമ വന്നാൽ എങ്ങനെയായിരിക്കും? അത് നമ്മൾ നോക്കിക്കാണുന്നത് ഇനി വരാൻ പോകുന്ന മോഹൻലാൽ സിനിമയെ തന്നെയാണ്. തുടരും, ഹൃദയപൂർവ്വം എന്നീ സിനിമകൾ മാറ്റി നിർത്തിയാൽ മോഹൻലാലിന്റേതായി വരാൻ പോകുന്ന വമ്പൻ ചിത്രങ്ങളെ നോക്കിക്കാണുകയാണ് പല പ്രേക്ഷകരും. അങ്ങനെ വമ്പൻ ചിത്രം എന്ന് പറയുമ്പോൾ ഒരു ഗംഭീര സംവിധാനം തന്നെ മോഹൻലാലിനെ കൈകോർത്താൽ എന്തായിരിക്കും സംഭവിക്കുക? അത് നമുക്ക് ആകാംക്ഷയോടെയും കാത്തിരിക്കാൻ സാധിക്കുന്നത് അമൽ നീരദ് മോഹൻലാലുമായി കൈകോർക്കുന്ന സിനിമയെ തന്നെയാണ്. മറ്റു പല സിനിമകളും ഉണ്ടെങ്കിലും അമൽ നീരദും മോഹൻലാലും ഒന്നിക്കുന്നത് കാണാൻ വേണ്ടി ആരാധകർ പോലും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അമൽ നീരദ് മോഹൻലാലുമായി മാത്രമല്ല മമ്മൂട്ടിയുമായി ഒന്നിക്കുന്നുണ്ട്. ഈ രണ്ട് താരങ്ങളെയും വെച്ച് അമൽ നീരദ് ഒരു സിനിമ ഒരുക്കാൻ ഒരുങ്ങുകയാണ്. 2 സിനിമകൾ. അതിൽ ആരുടെ ആയിരിക്കും ആദ്യം വരിക എന്നതാണ് ഇപ്പോൾ വലിയ ആകാംക്ഷയോടെ 2 താരങ്ങളുടെയും ആരാധകർ നോക്കി നിൽക്കുന്നത്. മലയാളത്തിലെ മികച്ച സംവിധായകരിൽ ഒരാളാണ് അമൽ നീരദ്. ഛായാഗ്രഹനായി കരിയർ ആരംഭിച്ച അമൽ 2007 മമ്മൂട്ടിയെ നായകനാക്കി ഒരുക്കിയ ബിഗ് ബിയിലൂടെയാണ് സിനിമാ രംഗത്തേക്ക് കടന്നു വന്നത്. മലയാളത്തിൽ ഇന്നേ വരെ കാണാത്ത വ്യത്യസ്തമായ മേക്കിംഗ് കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട സിനിമയായിരുന്നു ബിഗ് ബി. പിന്നീട് മലയാളത്തിലെ മികച്ച സംവിധായകരുടെ ലിസ്റ്റിൽ അമൽ നീരദും ഇടം പിടിച്ചു. അമൽ നീരദിന്റെ ഓരോ സിനിമയുടെയും അപ്ഡേറ്റ് സോഷ്യൽ മീഡിയയിൽ ആഘോഷമാകാറാണ് പതിവ്. മലയാള സിനിമയുടെ നെടുനൂടുകളായ മമ്മൂട്ടിക്കൊപ്പം മോഹൻലാലിനൊപ്പം അമൽ നീരദ് കൈകോർക്കുന്നു എന്ന തരത്തിലുള്ള റൂമറുകളും കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. 2 പ്രോജക്റ്റും ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മമ്മൂട്ടി, മോഹൻലാൽ, മഹേഷ് നാരായണൻ പ്രോജക്റ്റിന് ശേഷം അമൽ നീരദ് ബിഗ് എംസിനെ വെച്ചുള്ള പ്രോജക്റ്റിന് തുടക്കം കുറിക്കുമെന്നാണ് കേൾക്കുന്നത്. ഇതിൽ ആദ്യത്തെ പ്രോജക്റ്റ് മോഹൻലാലിനൊപ്പം ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. മഹേഷ് നാരായണൻ പ്രോജക്റ്റിന്റെ ഷൂട്ട് 2026 തീരുമെന്നും അതിനുശേഷം മമ്മൂട്ടിയും അമൽ നീരദും കൈകോർക്കുമെന്നും അഭ്യൂഹങ്ങളുണ്ട്. എന്നാൽ ഈ പ്രോജക്റ്റ് ആരാധകർ കാത്തിരിക്കുന്ന ബിലാൽ ആകാൻ സാധ്യതയുണ്ടെന്നും ഇല്ലെന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട്. ഭീഷ്മപുറം പോലെ ചെറിയൊരു പ്രോജക്റ്റിനായി മമ്മൂട്ടിയും അമൽ നീരദും കൈകോർക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ അടുത്തിടെ കേട്ടിരുന്നുവെങ്കിലും അതിൽ സ്ഥിരീകരണമുണ്ടായിട്ടില്ല. നിലവിൽ മമ്മൂട്ടിയും മോഹൻലാലിന്റെയും ഓരോ സിനിമകൾ വീതം റിലീസ് ഒരുങ്ങുന്നുണ്ട്. തരൺമൂർത്തി സംവിധാനം ചെയ്ത തുടരുമാണ് മോഹൻലാലിന്റെ ഏറ്റവും പുതിയ തിയേറ്റർ റിലീസ്. 15 വർഷത്തിന് ശേഷം ശോഭനയും മോഹൻലാലും നായികന്മാരായി എത്തുന്ന ചിത്രം ഫാമിലി ഡ്രാമയായിട്ടാണ് ഒരുങ്ങുന്നത്. ഏപ്രിൽ 25 ചിത്രം തിയേറ്ററിലേക്ക് എത്തും. നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത കളങ്കാവലാണ് ഇനി പുറത്തിറങ്ങാനുള്ള മമ്മൂട്ടി ചിത്രം. വിനായകൻ നായകനാകുന്ന ചിത്രത്തിൽ വില്ലനായാണ് മമ്മൂട്ടി വേഷമിടുന്നത്. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു. മമ്മൂട്ടി കമ്പനിയാണ് ചിത്രം നിർമ്മിക്കുന്നത്. മെയ് 22-നാണ് കളങ്കാവൽ തിയേറ്ററിലേക്ക് എത്തുന്നത് എന്നാണ് കരുതുന്നത്. എന്തായാലും അമൽ നീരദിന്റെ ഏറ്റവും അടുത്ത ചിത്രം എന്ന് പറയുന്നത് മോഹൻലാലിനെ വെച്ചായിരിക്കും എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ ആ ചിത്രത്തിന്റെ ഒരു പ്രഖ്യാപനം പ്രതീക്ഷിച്ചുകൊണ്ടാണ് പ്രേക്ഷകരും ഇരിക്കുന്നത്. ഇതിനൊരു കൺഫർമേഷൻ അവരിൽ നിന്നും എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അങ്ങനെ ഒരു വമ്പൻ അനൗൺസ്മെന്റ് പ്രതീക്ഷിക്കാം. ഇപ്പോഴത്തെ മൂവി അനലിസ്റ്റുകളുടെ റിപ്പോർട്ട് പ്രകാരം മോഹൻലാൽ തന്നെയായിരിക്കും അമൽ നീരദിന്റെ അടുത്ത പ്രോജക്റ്റിൽ നായകനാകുക എന്നതാണ്. അത് വലിയ പ്രോജക്റ്റ് ആണോ അതോ ചെറുതാണോ എന്നതൊക്കെ വന്നു കഴിഞ്ഞാലേ അറിയാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഇൻഡസ്ട്രിയെ എമ്പുരാനേക്കാളും വലിയ രീതിയിൽ ഹൈപ്പ് സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു ചിത്രം തന്നെയായിരിക്കും അമൽ നീരദും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രം. അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഭീകര ഹൈപ്പ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.